BJP RSS നേതാക്കളെ ADGP കണ്ടതുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഇപ്പോൾ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ AN ഷംസീർ സ്പീക്കർ പറഞ്ഞു അങ്ങനെ ഒരാളെ കണ്ടതിൽ എന്താ തെറ്റ്, അതിന് പ്രശ്നമൊന്നുമില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു. മന്ത്രി MB രാജേഷ് പറഞ്ഞു ഈ ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട സംഘടനയാണ് RSS എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഈ സർദാർ വല്ലഭായ് പട്ടേൽ നിരോധിച്ചതാണ് RSSനെ. എന്താണ് ഇതിൽ നിന്ന് കൂട്ടുവായിക്കാൻ പറ്റുക? ഒന്നും കൂട്ടി വായിക്കേണ്ട, വിവാദം ഇറക്കമിറങ്ങിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായപ്പോൾ അത് MV ഗോവിന്ദൻ്റെ തലത്തിൽ നിന്ന് AN ഷംസീറിൻ്റെയും MB രാജേഷിൻ്റെയും തലത്തിലെത്തി. CPIയിൽ അവരുടെ പ്രധാനികളായ ബിനോയ് വിശ്വം ഇവരുടെയൊക്കെ തലത്തിൽ നിന്ന് പതുക്കെ AIYFൻ്റെ തലത്തിലെത്തി. വിവാദം താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1-2 ദിവസം ഇവിടെ നിൽക്കും. ഇന്നിപ്പോൾ വലിയ ഇതൊന്നുമില്ല, ഈ 1-2 കമൻറ്റുകൾ അവിടെ ഇവിടെയൊക്കെ പറയുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ആ വിവാദത്തിന് സ്കോപ്പില്ല. ഇപ്പോൾ VD സതീശൻ ഇന്നലത്തെ പത്രസമ്മേളനം കൊണ്ട് അവസാനിപ്പിച്ചു, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ യൂത്ത് കോൺഗ്രസ്സിൽ ആരെങ്കിലും അത് ഏറ്റെടുത്തെങ്കിലേ ഉള്ളൂ. യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ ചെറുപ്പക്കാരായ ആരെങ്കിലും, ഡീൻ കുര്യാക്കോസ്, മാത്യു കുഴൽനാടൻ, ഇവരാരും ഇതിലിടപെട്ടിട്ടില്ല. VD സതീശൻ ഒഴിച്ച് കോൺഗ്രസ്സിലെ ആരും ഇതും വേണ്ടിയിട്ടില്ല. ശ്രദ്ധിച്ചോ? ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടില്ല. ഇവരൊക്കെ മതേതരത്വത്തിൻ്റെ വലിയ ഉസ്താദുകളാണില്ല. ഒരു കമൻറ്റും പറഞ്ഞിട്ടില്ല. ഇല്ല. RSS എന്ന് കേട്ടാൽ ഭ്രാന്തെടുക്കുന്ന VT ബൽറാം മാത്രമേ എന്തോ ഒരു ചെറിയ, അതൊരു 4 ദിവസം മുമ്പാണ്. ഇത്രയേ ഉള്ളൂ. കോൺഗ്രസ്സിനുള്ളിൽ തന്നെ ഇതിന് പിന്തുണയില്ല. CPIയിലെ പിന്തുണ കുറഞ്ഞു വരുന്നു. CPI അവരുടെ പ്രാധാന്യം തെളിയിക്കാനായിട്ട് ഈ ഒരു ആയുധം വെച്ച് CPMനെ ഡിഫെൻസീവിലാക്കാം എന്നൊക്കെ അവർ വിചാരിക്കുന്നു. പോയി പണി നോക്കടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർന്നു പോകും. അത്രയേ ഉള്ളൂ CPI. അപ്പോൾ ആ വിവാദം പടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. CPI പറഞ്ഞേക്കുന്നത് ആരോപണ വിധേയനായ MR അജിത് കുമാറിനെ മാറ്റി നിർത്തണം, കർശനമായ താക്കീത് ഞങ്ങൾ തരികയാണ്. പലതവണ MV ഗോവിന്ദനെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, നേരിട്ടും ഇപ്പോൾ പറയുന്നുണ്ട്. MV ഗോവിന്ദൻ ആദ്യം പറഞ്ഞത് അങ്ങനെ കണ്ടതിൽ എന്താ തെറ്റെന്ന് പറഞ്ഞ ആൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ നിലപാട് മാറ്റുകയും മലക്കം പറഞ്ഞിട്ട് പറഞ്ഞു അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു ഗൗരവമില്ലെന്നാണോ കരുതുന്നത് എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അപ്പോൾ എന്തിനാണ് ഈ മലക്കം ചോദിക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒരു മറുപടി പറയും. അപ്പോഴത്തെ മൂടനുസരിച്ച് ഇത് ഗൗരവമായിട്ട് എടുക്കുന്നില്ല, പിന്നെ എടുക്കുന്നില്ലെന്നാണോ നിങ്ങളുടെ വിചാരം എന്ന് പറയും. ചിലപ്പോൾ അതൃപ്തിയുണ്ടെന്ന് പറയും. ഇതിപ്പോൾ എന്തെങ്കിലും പറയണ്ടേ ചോദിക്കുമ്പോൾ? വഴിയിൽ പിടിച്ചു നിർത്തിയാണല്ലോ ചോദിക്കുന്നത്. MV ഗോവിന്ദൻ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഗൗരവമുണ്ട്. ഈ വഴിയിൽ നിന്ന് ബൈറ്റ് എടുക്കുന്നതിന് വലിയ ഗൗരവമൊന്നും കൊടുക്കണ്ട. അതൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ തയ്യാറെടുത്ത് നടത്തുന്ന പത്രസമ്മേളനം അങ്ങനെയല്ല. അതിൽ ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിനുവേണ്ടി നടത്തുന്നതാണ്. വഴിയിലെ ബൈറ്റൊന്നും കണ്ട് ഒന്നും ചെയ്യേണ്ട. CPI എന്ത് ചെയ്യാൻ പോവാണ്? MR അജിത് കുമാറിനെ മാറ്റി നിർത്തണം. ശരി, നിർത്തിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? മാറ്റി ഇരുത്തി എന്ന് വെച്ചോ, മാറ്റി നിർത്തണം. അങ്ങനെ നിൽക്കണമെന്ന് എന്താ നിർബന്ധം? അങ്ങനെ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാവുക. വാട്ട് എ ഫുളിഷ് തിങ്. ചുമ്മാ അത് CPI ഇല്ലാത്ത മസിൽ പെരുപ്പിച്ച് കാണിക്കുകയാണ്. മന്തുകാലിൻ്റെ തൊഴി എന്ന് പറയും. മന്തുകാലം ഇങ്ങനെ വീർത്തിരിക്കുന്നതുകൊണ്ട് അതിൽ തൊഴിക്കൊരു ബലവുമില്ല, പഞ്ഞി പോലെയാണ് ആ സാധനം. അതുപോലെ ഇങ്ങനെ ഒരു മന്തുകാല് CPI കാണിക്കുകയാണ്. തൊഴിക്കും ഞാൻ തൊഴിക്കടാ നീ കാണട്ടെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തീരും CPIയുടെ. പിന്നെ MB രാജേഷ് പറഞ്ഞ ബൈറ്റ് ആരെങ്കിലുമൊക്കെ വഴിയിൽ നോക്കി കഴിയുമ്പോൾ ഈ AN ഷംസീർ പറഞ്ഞു അവരൊരു രാജ്യത്തെ വലിയ സംഘടനയാണ്, അവരെ പോയി കാണുന്നത് എന്താ കുഴപ്പം? അപ്പോൾ ഈ വലിയ സംഘടന എന്ന് പറയുന്നത് പ്രകീർത്തിക്കലാണെന്ന് പറഞ്ഞിട്ട് അടുത്ത് തുടങ്ങി. അത് പ്രകീർത്തിച്ചോ സംഗതിയോ ഒന്നുമല്ല. AN ഷംസീർ പറഞ്ഞപ്പോൾ രാജ്യത്തെ ഒരു വലിയ സംഘടനയല്ലേ, ഈ ഒരു അർത്ഥമേ അതിനുള്ളൂ. അല്ലാതെ RSS നല്ല സംഘടനയാണെന്നും അവരോട് എനിക്ക് വലിയ സ്നേഹമാണെന്നും ഒന്നും ഷംസീർ പറഞ്ഞുമില്ല, ഉദ്ദേശിച്ചിട്ടുമില്ല. അവർ വലിയ ആൾക്കാരല്ലേ എന്നുള്ള മട്ടിൽ പറഞ്ഞതാണ്. ഇപ്പോൾ CPMകാരെ പറ്റി RSSകാർ പറയുമ്പോഴും ഇങ്ങനെ പറയും അവർ വലിയൊരു സംഘടനയല്ലേ എന്ന് പറയും. ഇതിലൊക്കെ എന്താ ഇത്ര വലിയ പ്രശ്നമുള്ളത്? പിന്നെ MB രാജേഷിൻ്റെ ഒരു ദൗർബല്യമാണ്, പുള്ളിയുടെ പ്രിയപ്പെട്ട MB രാജേഷിൻ്റെ വീട്ടിൽ കുറഞ്ഞ ഒരു 4 മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്ക് അത്ര വലിയ പ്രിയപ്പെട്ടവനാണ് മഹാത്മാ. എന്നാണ് ഈ രാജേഷൊക്കെ മഹാത്മാഗാന്ധിയെ കേട്ട് തുടങ്ങിയത്? 1985 മുമ്പ് മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ MB രാജേഷ് പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. 1985 ആദ്യമായിട്ട് CPM മഹാത്മാഗാന്ധിയെ അംഗീകരിക്കുന്നത്. അതിനു മുമ്പ് അംഗീകാരമില്ല. ജനഗണമനയ്ക്ക് അംഗീകാരമില്ല, ത്രിവർണ്ണ പതാകയ്ക്ക് അംഗീകാരമില്ല. ഇയാൾ
RSS മഹാത്മാഗാന്ധിയെ നിരോധിച്ചതിനെ തുടർന്ന് തമ്മിലുള്ള മഹാത്മാഗാന്ധിയെ വധിച്ചതിനെ തുടർന്നാണ്. നേരത്തെ അങ്ങനെ എല്ലാവരും പറയുന്നത് വധിച്ചതിൻ്റെ പേരിലാണെന്ന്. ഇപ്പം അത് തുടർന്നാണ്. വാസ്തവമാണ്. മഹാത്മാഗാന്ധിയെ വധിച്ചതിൻ്റെ പേരിലല്ല RSSനെ നിരോധിക്കുന്നത്, അതിനെ തുടർന്നാണ്. 4-5 ദിവസം കഴിഞ്ഞിട്ടാണ്. 4-5 ദിവസം കഴിഞ്ഞിട്ടും മഹാത്മാഗാന്ധിയെ കൊന്നതിന് നല്ല നോട്ടിഫിക്കേഷനിൽ പറയുന്നത് RSS രഹസ്യമായിട്ട് സമൂഹത്തിൽ കാലുഷ്യം പടർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിരോധിക്കുന്നത്. അല്ലാതെ ഗാന്ധിവധവുമായിട്ട് ഒരു ബന്ധവും ആ നോട്ടിഫിക്കേഷനിൽ പോലുമില്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് MP രാജേഷ് ഒരു വാചകം കിട്ടിയെടുത്തൊന്ന് ഷൈൻ ചെയ്യാൻ MP രാജേഷ് അതിൽ കവിഞ്ഞുള്ള സംഗതിയല്ല. ബട്ട് ഈ സബ്സ്റ്റൻസ് നോക്കിക്കോളൂ, ഇത് ഫസ്റ്റ് ലൈൻ പൊളിറ്റീഷ്യൻസിൽ നിന്ന് ജൂനിയർ പൊളിറ്റീഷ്യൻസിലേക്ക് മാറി. ഇനിയിപ്പോൾ അതങ്ങ് തീർന്നു പോകും. ADGP MR അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇവർ ഇന്ത്യൻ പോലീസ് സർവീസിൻ്റെ ഭാഗമാണ്. അവർ RSSൻ്റെയോ BJPയുടെയോ മുതിർന്ന നേതാക്കൾ വരുമ്പോൾ പോയി കാണുന്നതിൽ എന്ത് തെറ്റാണ്? ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അനുമതിയോടെയാണ് പോയി കണ്ടതെന്നാണ് ആരോപണം. മുഖ്യമന്ത്രിക്ക് പറഞ്ഞാൽ പോരെ, അവർക്ക് ഈ നേതാക്കളുമായിട്ട് ബന്ധം പുലർത്തണം, സംസ്ഥാനത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മുഖ്യമന്ത്രിക്ക് അങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെ, അങ്ങനെ പ്രശ്നം പോരാ. അങ്ങനെ പറഞ്ഞാൽ ഈ പ്രശ്നം തീരുമോ? തീരുമെന്ന് സുനിജിക്ക് തോന്നുന്നു. മറ്റുള്ളവർക്ക് അങ്ങനെയല്ല. കിട്ടിപ്പോയെന്ന് പ്രശ്നം വീണ്ടും ലൈവാകുകയാണില്ല. അതുകൊണ്ടാണ് പിണറായി വിജയൻ പ്രതികരിക്കാത്തത്. RSSൻ്റെ ടോപ്പ് നേതാക്കളാരും പ്രതികരിക്കാത്തത്. അവർ പ്രതികരിച്ചാൽ ഇത് തീരുകയല്ല ചെയ്യുന്നത്, അവിടെ വെച്ച് വീണ്ടും തീ പിടിക്കും. അതുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. പ്രതികരിച്ച് ഈ വിഷയം ഇല്ലാതാക്കാൻ പറ്റില്ല. പ്രതികരിക്കും തോറും വഷളായിക്കൊണ്ടിരിക്കും. ADGPക്ക് പറഞ്ഞൂടെ, എൻ്റെ ഉത്തരവാദിത്വമാണ് ഇത്തരം നേതാക്കളുമായി കൂടിക്കാഴ്ച നല്ല ബന്ധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹവും പറയില്ല. കാരണം പറഞ്ഞാൽ അതിൻ്റെ അടുത്ത ചോദ്യമായി ബഹളമായി വീണ്ടും ഇഷ്യൂ പൊങ്ങി വരും. മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോൾ അതങ്ങ് തീർന്നോളും. പക്ഷേ CPMഉം RSSും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്നുള്ള ഒരു നെറേറ്റീവ് അങ്ങ് സൃഷ്ടിക്കപ്പെടത്തില്ല. എല്ലാ കാലത്തും പിന്നീട് ഇതെടുത്ത് ഉപയോഗിക്കില്ലേ? ഇങ്ങനെ അന്ന് ചെയ്തിട്ടില്ലേ, അന്ന് പോയി അത് ഉപയോഗിക്കുമ്പോൾ അന്നേരം നോക്കാം. ഇപ്പം ഇത് നരേറ്റീവ് പൊളിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വാചകം അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഉറക്കുകയുള്ളൂ. അത് മറ്റത് വരുമ്പോഴല്ലേ അപ്പം നോക്കാം. അപ്പോഴത്തേക്ക് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മറിയും. ഇപ്പോൾ BJP നേതാക്കളിലെ RSS നേതാക്കൾ അവർ രാജ്യത്തിൻ്റെ തലപ്പത്ത് ഉയർന്ന പദവി വഹിക്കുന്നവരൊക്കെ ആകാം. അവരെ ഒന്ന് കണ്ടാൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. കാണുകയും വേണം. അതിലൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷേ അവരിത് പറയാൻ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഈ സാധനം വിവാദം കൂടുതൽ വർദ്ധിക്കും. അതുകൊണ്ട് അവർ പറയുന്നില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ RSSന് എന്താ ശരി ഞങ്ങളെ വന്ന് കണ്ടിരുന്നു, എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയമായിട്ട് അത് വേറൊരു വിവാദമായിട്ട് തുടരും. അതുകൊണ്ട് മിണ്ടാതിരുന്നാൽ മതി. പല കാര്യങ്ങളിലും മിണ്ടാതിരിക്കുന്നതാണ് ഈ ഇഷ്യൂ ഇല്ലാതാക്കുന്നത്. ആർക്കാ ഇതിപ്പോൾ ഇത്ര വലിയ വേവലാതി? ഇതിപ്പോൾ അറിഞ്ഞിട്ട് അജിത് കുമാർ പോയി RSS നേതാവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അജിത് കുമാറിനെ മാറ്റി നിർത്തണം. അദ്ദേഹം അല്ലെങ്കിൽ തന്നെ മാറി നിൽക്കുക, ഓൾറെഡി ലീവിൽ പോയിരിക്കുകയാണ്. പിന്നെ എന്താ വേണ്ടേ? നിങ്ങൾക്കൊരാൾ വേറൊരാളിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഏത് സർവീസ് ചട്ടത്തിൻ്റെ ലംഘനമാണ്? RSSകാരനെ കണ്ടുകൂടാന്ന് വല്ല ചട്ടമുണ്ടോ? വെറുതെ പ്രാന്ത് പറയുകയാണ് ഇവരെല്ലാം. മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഈ ബഹളം വയ്ക്കുന്നു. ഒരുപക്ഷെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പ്രാധാന്യത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്ന ബഹളമാകാം, മറ്റെന്തെങ്കിലും കച്ചറയാവാം. CPIക്ക് ഒരു പ്രശ്നമുണ്ട്, അവരുടെ KE ഇസ്മായിൽ പ്രശ്നം. ആ പ്രശ്നം പറഞ്ഞാൽ ആരും അവരെ കുറ്റം പറയാതിരിക്കാനായിട്ട് അവർ ഈ പ്രശ്നം എടുത്തിട്ടിങ്ങനെ കളിക്കുന്നതാകാം. ഈ രാഷ്ട്രീയക്കാർ പറയുന്നതിന് നേരെയല്ലല്ലോ അർത്ഥം, അതിന് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അർത്ഥം. വരികൾക്കിടയിൽ ചില അർത്ഥങ്ങൾ ഒളിച്ചു വയ്ക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ ഇതും പെടുത്താമെന്നേ ഉള്ളൂ. ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്ത് കാണും, സ്വാഭാവികമായിട്ടും സ്വന്തം വാഹനത്തിലല്ലാതെ ADGP മറ്റൊരു വാഹനത്തിൽ ഇങ്ങനെ പോയി ഹോട്ടലിൽ ചെന്നു കാണുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് മുഖ്യമന്ത്രി അന്വേഷിച്ചില്ലയോ? ഇനി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇപ്പം ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് DGP അന്വേഷിക്കും എന്നൊരു പുതിയ ഉത്തരവ് സർക്കാർ ഇറക്കിയേക്കുന്നത്? പുതിയ ഉത്തരവ് ഇറക്കിയോ? സർക്കാർ പറയുന്നുണ്ട് ഇപ്പോൾ പോലീസ് മേധാവി അന്വേഷിക്കും, പോലീസ് മേധാവി അന്വേഷിക്കും എന്ന് പറഞ്ഞു, അല്ലാതെ ഉത്തരവൊന്നും ഇറങ്ങിയിട്ടില്ല. കാരണം എന്തന്വേഷിക്കാൻ? ഓൾറെഡി അറിയാവുന്ന കാര്യമല്ലേ. ഇദ്ദേഹം പോയി കണ്ട ദിവസം തന്നെ അന്ന് വൈകുന്നേരത്തെ IB റിപ്പോർട്ടിൽ ഇത് വരും. IB റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ നേരത്തെ തന്നെ എന്നോട് പറഞ്ഞിട്ടാണ് പോയത്. ശരി സാർ, കഴിഞ്ഞു. IB ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യും.
ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് സാർ, ഇയാൾ ഇവിടെ പോയി ഇതല്ലേ അജിത് കുമാറല്ലേ, അജിത് കുമാർ എന്നോട് പറഞ്ഞിട്ടാണ് പോയത്. ശരി സാർ, കഴിഞ്ഞു, ബ്രീഫ് ചെയ്തു, കഴിഞ്ഞു. ഇതൊക്കെ അന്ന് തന്നെ എല്ലാവർക്കും അറിയാം, പിണറായി വിജയൻ അറിയാൻ, ബന്ധപ്പെട്ടവർക്കൊക്കെ അറിയാം, പോലീസിലെ എല്ലാവർക്കും അറിയാം. പിന്നെ ഇപ്പോൾ ഈ ബഹളം വയ്ക്കുന്നതുകൊണ്ട് ശരി അന്വേഷിക്കാം, റൈറ്റ്. ഇ.പി. ജയരാജന് ഇതേ കാര്യം തന്നെ ചെയ്തത്. പ്രകാശ് ജാവദേക്കറിനെ കണ്ടു എന്ന് അദ്ദേഹം തുറന്ന് സംഭവിച്ചു. ഇതേ കാര്യം ADGP അജിത് കുമാർ ഇതേ കാര്യം ആണ് എന്ന് പുറമേക്ക് വിചാരിക്കുന്നു. അതിൽ കവിഞ്ഞ ഡയമെൻഷനുണ്ട് ഇ.പി. ജയരാജൻ്റെ കാര്യത്തിൽ. ഈ ഒരു സംഭവം മാത്രമല്ല, ജാവ്ദേക്കറെ കണ്ട സംഭവം മാത്രമല്ല, അതും കൂടെ ഉണ്ട് എന്നാണ് അന്ന് M.V. ഗോവിന്ദൻ പറഞ്ഞത്. ആ പ്രശ്നവും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ജാവ്ദേക്കർ മാത്രമല്ല അവിടെ പ്രശ്നം വേറെയാണ്. ഈ പാർട്ടി സമ്മേളനങ്ങളിൽ ഈ വിഷയം വലിയ ചർച്ചാ വിഷയമായി മാറുമോ? ഒരു ജില്ലാ തലത്തിലേക്ക് ഉണ്ടാവില്ല, ഒന്നുമുണ്ട്. അപ്പോൾ എന്തായാലും വിവാദം ആറി തണുക്കുകയാണെന്നാണ് ചേട്ടൻ പറയുന്നതിൻ്റെ ഒരു സാങ്കത്യം അല്ലേ? അങ്ങനെ തന്നെ ആണെങ്കിൽ നമുക്കത് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.